നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ഈ വെളിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ കേട്ടുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ വെളിപാട് എന്താണ് എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഒരാളോട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇതൊക്കെ ബോധ്യപ്പെട്ട ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഈ ആക്ച്വലി വെളിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദിക്കുന്നയാളെ ആദ്യമേ തിരുത്തണം എന്നാണ് ഇതിന്റെ ആദ്യത്തെ ഒരു മറുപടി. വെളിപാട് എന്താണ് എന്ന് ചോദിക്കരുത് എന്ന് പറയണം. കാരണം എന്താണ്? വെളിപാട് ഒരു 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 വസ്തുതയല്ല, ഒരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വെളിപാട് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം, അത് വെളിപാടാണ് അല്ലെ? ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവം വെളിപ്പെടുത്തിയ ചില സത്യങ്ങളെന്നോ ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളെന്നോ ഒക്കെ വെളിപാടിനെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വെളിപാടിന്റെ ഭാഗമാണ്. ദൈവം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ വെളിപാട് എന്താണ് എന്നല്ല ചോദിക്കേണ്ടത്, പകരം അതാരാണ് എന്ന് ചോദിക്കണം എന്ന് നമ്മൾ തിരുത്തി പറയണം. ഇത് ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്. വെളിപാട് എന്താണ് എന്നല്ല, വെളിപാട് ആരാണ് എന്ന് ചോദിക്കണം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? കാരണം വെളിപാട് എന്ന് പറയുന്നത് കുറച്ച് ഫാക്ട്സ് അല്ല, കുറച്ച് വിവരങ്ങളല്ല. എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ. മറ്റെല്ലാ മതങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. എന്താണ് അവരെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്ന വെളിപാട് അഥവാ ദൈവത്തിന്റെ സംഭാഷണം, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്താണ്? അത് ദൈവം ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മതം തങ്ങളുടെ പ്രവാചകൻ വഴി ദൈവം കുറെ കാര്യങ്ങൾ പ്രവാചകനോട് വെളിപ്പെടുത്തി. അപ്പൊ പ്രവാചകൻ അതൊക്കെ എഴുതി സൂക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നതുപോലെ ദൈവം വെളിപ്പെടുത്തിയ കുറച്ച് ഫാക്റ്റുകളല്ല കാത്തലിക് റെവലേഷൻ എന്ന് പറയുന്നത്. ക്രൈസ്തവ വെളിപാട്, കത്തോലിക്ക വെളിപാട് എന്ന് പറയുന്നത് അത് പകരം ഒരു വ്യക്തിയാണ്. കത്തോലിക്ക വെളിപാട് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ദൈവീക വ്യക്തിയാണ്. അത് മിശിഹ എന്ന ദൈവിക വ്യക്തിയാണ്. ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന മിശിഹ തന്നെയാണ് ആ വെളിപാട്. എന്ന് പറഞ്ഞാൽ അതിന് പുറത്തുള്ള ഒരു കാര്യമല്ല, ഈശോ പറഞ്ഞ ചില കാര്യങ്ങളോ ഈശോ പ്രവർത്തിച്ച ചില കാര്യങ്ങളോ എന്നല്ല, പകരം മിശിഹ ഹിംസെൽഫ് ഇസ് ദ റെവലേഷൻ. ഈശോ തന്നെയാണ് ദൈവിക വെളിപാട്. അപ്പൊ അതുകൊണ്ട് ഈശോയെ അറിയുന്നവൻ വെളിപാട് അറിയുന്നു, ഈശോയെ കേൾക്കുന്നവൻ വെളിപാട് ശ്രവിക്കുന്നു, ഈശോയെ അനുഭവിക്കുന്നവൻ വെളിപാട് അനുഭവിക്കുന്നു, ഈശോയോട് പ്രത്യുത്തരിക്കുന്നവൻ വെളിപാടിനോട് പ്രത്യുത്തരിക്കുന്നു അഥവാ വിശ്വാസം പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കി പറയാം. ഇനി തിരുസഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. പിന്നീട് പ്രവചനങ്ങൾ പലയിടത്തും പല വിധത്തിൽ ദൈവം സംസാരിച്ചു. എന്നിട്ട് ഈ അവസാന നാളുകൾ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഇത് ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ളതാണ്. നമുക്ക് ആ ഭാഗം വായിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ മുൻപും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഈ ഭാഗം വായിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളിത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റാണ് എന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഇതിൽ ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. ഞാൻ പല സാഹചര്യങ്ങളിലും ഇതിന്റെ ഫോക്കസ് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഇതേ വചനഭാഗം വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം. നമുക്കന്ന് വായിച്ചു കേൾക്കാം. ഹെബ്രായ ലേഖനം ആരംഭിക്കുന്നു 1:1. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലാണ്, കാലത്തിന്റെ ഒക്കെ പല ഘട്ടങ്ങളിലൂടെ വിവിധ രീതികളിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. വിവിധ രീതികൾ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ ഉപയോഗിച്ച വിവിധ രീതികളാണ്. എന്ന് പറഞ്ഞാൽ പ്രാകൃത ഗോത്ര സംസ്കാരങ്ങളാവാം, അതുപോലെ സേജസ് പോലത്തെ വലിയ ആത്മീയ ആചാര്യന്മാരെ വഴിയാകാം. അങ്ങനെ പല വിധത്തിലൂടെ, എടുത്തു പറയുന്നൊന്നുമില്ല, പക്ഷെ പല വിധത്തിലൂടെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് എന്റെ കാര്യം. ഈ അവസാന നാൾ എഴുതുന്ന സമയത്തെക്കുറിച്ച് മാത്രമല്ല, യുഗാന്ത്യത്തിൽ, യുഗങ്ങളുടെ സമാപനത്തിൽ, അല്ലെങ്കിൽ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. സമയത്തിന്റെ ഈ പൂർത്തിയിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിരിക്കുന്നു. അത് നമ്മൾ വെറുതെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു, അതിപ്പോ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ എന്ന് കരുതരുത്. ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഓപ്പൺ അപ്പ് ചെയ്തു എന്നും ദൈവം തന്നെ വെളിപ്പെടുത്തിയെന്നും തന്നെക്കുറിച്ച് അറിയിക്കാനുള്ളതൊക്കെ ദൈവം അറിയിച്ചു, ദൈവം തന്റെ മൗനം വെടിഞ്ഞു, തന്നെ അവതരിപ്പിച്ചു എന്നൊക്കെ തുടങ്ങുന്ന വിശാലമായ അർത്ഥത്തിലാണ് ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് പറഞ്ഞത്. പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാനം ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? തന്റെ ഏകജാതനായ മിശിഹായിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അഥവാ മിശിഹായെ തന്നെ നൽകിക്കൊണ്ടും മിശിഹായെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചുകൊണ്ടും ദൈവം സംസാരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വെളിപാട് അത് മിശിഹായാണ്. ദൈവത്തിന്റെ വെളിപാട് അത് മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹായാണ്. ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയാണ് ആ വെളിപാട്. അവിടുന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുകൊണ്ട് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും. പിന്നീട് പ്രവചനങ്ങൾ പലയിടത്തും പല വിധത്തിൽ ദൈവം സംസാരിച്ചു. ഈ അവസാന നാളുകൾ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു.
എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുകയും മനുഷ്യരുടെ മധ്യേ വസിക്കുകയും ദൈവത്തിന്റെ ആന്തരിക രഹസ്യങ്ങൾ വിശദമാക്കുകയും ചെയ്യുന്ന നിത്യവചനമാകുന്ന ഈശോമിശിഹ മനുഷ്യരുടെ പക്കലേക്ക് അയക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കും. ഇത് യോഹന്നാന്റെ സുവിശേഷം 3:34 ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗം പഠിപ്പിക്കുന്നത്. അതായത് മിശിഹ വഴി ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. മിശിഹായിൽ സകല ദൈവിക വെളിപാടും പൂർണ്ണമായിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് പഴയ നിയമത്തിലൊക്കെ എന്താണുള്ളത്? പഴയ നിയമത്തിലുള്ളത് ദൈവത്തിന്റെ ഭാഷണം തന്നെയാണ്, പക്ഷേ അതൊരു ഒരുക്കത്തിന്റെ ഭാഷണമാണ്, അത് അപൂർണമായ സംഭാഷണമാണ്. പഴയ നിയമം എപ്പോഴും അപൂർണമായ വാക്കുകളാണ്. അപൂർണമായ വാക്കുകൾ എന്ന് ഞാൻ ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. പഴയ നിയമം എന്ന് പറയുന്നത് അത് ഒരുക്കത്തിന്റെ നിന്നോ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തതെന്നോ പറയാവുന്ന വിധത്തിലുള്ള റെവലേഷനാണ്. മിശിഹായിലാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഈശോയിൽ ദൈവം തന്നെ മറവുകളില്ലാതെ ഇനിയൊന്നും കൂടുതലായി കൂട്ടിച്ചേർക്കാനില്ലാതെ ദൈവത്തിന് തന്നെക്കുറിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിയുന്നത് പുതിയ നിയമത്തിലാണ്, അഥവാ മിശിഹായിലാണ്. ഈശോയിൽ റെവലേഷൻ പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിന്. മിശിഹായിൽ റെവലേഷൻ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇനി ആ അർത്ഥത്തെക്കുറിച്ച് പറയാം. ഞാൻ അതിനു മുമ്പ് ആ ടെക്സ്റ്റ് അതായത് ദൈവപ്രഭുവിന്റെ 4ാമത്തെ പാരഗ്രാഫ് പറയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. തുടർന്ന് ഇങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഈ വെളിപാട് മിശിഹായിൽ പൂർത്തീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൗൺസിൽ പിതാക്കന്മാർ നമുക്ക് തരുന്നത്. അതിങ്ങനെയാണ്, തന്റെ സമഗ്ര സാന്നിധ്യത്താലും എങ്ങനെയാണ് ഈ റെവലേഷൻ, പിതാവിന്റെ റെവലേഷൻ നടത്തിയത്? അതിന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒരു ഭാഗം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം തിരുവചനം. ഇത് വായിച്ചിട്ട് ഇത് പറയായിരിക്കും നല്ലത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം തിരുവചനം. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നിട്ടോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവായ ദൈവത്തെ, ദൈവമാകുന്ന പിതാവിനെ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. പിന്നെ നീ എങ്ങനെയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയുന്നത്? എങ്ങനെയാ? അതല്ലേ, നിനക്ക് എന്നെ കാണാമെങ്കിൽ നിനക്ക് പിതാവിനെ കാണാം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മിശിഹ വെളിപ്പെടുത്തിയത്? ഒരു 6 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കൗൺസിൽ ഡോക്യുമെന്റ്. ഒന്നാമത്തെ തന്റെ സമഗ്ര സാന്നിധ്യത്താൽ എന്നാണത്. ഇങ്ങനെ കോമേറ്റ് പറഞ്ഞു, ഒന്ന് ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഒന്ന്, തന്റെ സമഗ്ര സാന്നിധ്യത്താൽ. തന്റെ സമഗ്ര സാന്നിധ്യം എന്ന് പറയുന്നതാണ്, ദൈവപുത്രനാകുന്ന മിശിഹ തന്റെ സകല വാക്കുകളും സകല പ്രവൃത്തികളും വഴി വ്യക്തമാക്കുന്ന തന്റെ സമഗ്ര സാന്നിധ്യത്താൽ എന്ന് പറഞ്ഞാൽ, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വാക്കുകൾ മാത്രമല്ല അയക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുകയായിരുന്നില്ല. ഇപ്പൊ ചില മതങ്ങളൊക്കെ പറഞ്ഞ പോലെ ദൈവം മറിഞ്ഞിരുന്ന് തന്റെ സന്ദേശം അയച്ചു, സ്വീകരിച്ചയാൾ അത് പറയുന്നു. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെ എങ്ങനെയാണ്? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സന്ദേശം സ്വീകരിച്ചിട്ട് ആ സന്ദേശം പറയുന്നവരാണ് പ്രവാചകന്മാരൊക്കെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പല മതങ്ങളും ദൈവത്തെക്കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ അവരവകാശപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ദൈവം അയക്കുന്ന ഒരു സന്ദേശം, അത് കിട്ടുന്ന ഒരു സന്ദേശവാഹകൻ, അവൻ പറഞ്ഞതാണ് ഈ വിശ്വാസത്തിന്റെ ഒക്കെ ആധാരം എന്ന് കരുതും. ഇനി തിരിച്ചു പഠിപ്പിക്കുകയാണ്, മിശിഹായുടെ സമഗ്ര സാന്നിധ്യത്താൽ അവിടുത്തെ ശരീരവും ആത്മാവും മനസ്സും കൂടെ കൂടിച്ചേരുന്ന സമഗ്രമായ ഹ്യൂമൻ പ്രസൻസ് ഇൻ ദിസ് വേൾഡ്, ഇൻ ടൈം ആൻഡ് ഹിസ്റ്ററി. സമയത്തിലും ചരിത്രത്തിലും കാലത്തിനകത്തുമുള്ള മിശിഹായുടെ സമഗ്രമായ സാന്നിധ്യമാണ് ദൈവിക വെളിപാടിന്റെ ഒരു ഭാഗം, വെളിപാടിന്റെ പൂർണ്ണതയുടെ കാരണം. ഇനി രണ്ടാമത്തേത്, അവിടുത്തെ പ്രത്യക്ഷീകരണത്താലും. അവിടുന്ന് മറഞ്ഞിരുന്ന് ചില കാര്യങ്ങൾ പറയുകയായിരുന്നില്ല, അവിടുന്ന് തന്നെ പ്രത്യക്ഷപ്പെടുത്തി, തന്നെ വെളിപ്പെടുത്തി എന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടാവും അല്ലെ? അവിടുത്തെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഞാനിത് ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മിശിഹ എങ്ങനെയാണ്, എവിടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ചോദിച്ചാൽ, ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നാണ് ഉത്തരം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്നല്ല, പകരം അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ വാക്കുകളും. ഞാൻ ബൈബിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ബൈബിളിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അതിങ്ങനെയാ പറഞ്ഞത്, മിശിഹായുടെ വാക്കുകളാണ് ബൈബിളിൽ രേഖപ്പെടുത്താൻ പറ്റുന്നത്, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ അവിടുത്തെ പ്രവൃത്തികൾ രേഖപ്പെടുത്താൻ പറ്റില്ല.
എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അപ്പോ ഈശോയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, അതൊരു പ്രവൃത്തിയല്ല, അത് രേഖപ്പെടുത്തി. ആ പ്രവൃത്തിയുടെ വിവരണമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. ആ പ്രവൃത്തിക്ക് ബൈബിളിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. അഥവാ ആ പ്രവൃത്തിയെ ബൈബിളിനകത്ത് അനുഭവിക്കാൻ പറ്റില്ല. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത്, ലിഖിതമായ ബൈബിളിനകത്തുനിന്ന് നമുക്ക് ആ പ്രവൃത്തിയെക്കുറിച്ച് വായിക്കാൻ പറ്റും. പക്ഷെ ആ പ്രവൃത്തി അവിടെയല്ല കുടികൊള്ളുന്നത്. ആ പ്രവൃത്തി എവിടെയാണ് കുടികൊള്ളുന്നത്? പ്രവൃത്തി തിരുസഭയിലാണ് കുടികൊള്ളുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഓർക്കണം. പൗരോഹിത്യ സംസ്ഥാപനം ഈശോയുടെ പ്രവൃത്തിയാണ്. അത് ബൈബിളിനകത്തല്ല സ്ഥാപിച്ചിരിക്കുന്നത്, അത് സഭയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതും അവിടുത്തെ വചനത്തിന്റെ ഭാഗമാണ്, കുദാശകളുടെ സ്ഥാപനം. അപ്പൊ ഇതൊക്കെ മിശിഹായുടെ പ്രവൃത്തികളാണ്, അവിടുത്തെ പ്രവൃത്തികളാണ്. അപ്പോ മിശിഹായുടെ വാക്കുകളും പ്രവൃത്തികളും കൂടെ കൂടിച്ചേരുന്നതാണ് അവിടുന്ന്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് റെവലേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. മിശിഹായിലുള്ള ദൈവിക വെളിപാട് അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടെ കൂടിച്ചേരുന്ന, സമഗ്രമായിട്ട് കൂടിച്ചേരുന്നതാണ് എന്നാണ് എൻ്റെ കാര്യം. അപ്പൊ അതിന് വാക്കുകളാലും പ്രവൃത്തികളാലും, നാലാമത്തേത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. എടുത്തു പറയുകയാണ്, അടയാളങ്ങളാലും അത്ഭുതങ്ങൾ. അവിടുത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവയുടെ പ്രത്യേകത എന്താണ്? അവ ദൈവിക വെളിപാടിന്റെ ഭാഗങ്ങളാണ്. ഈശോയിലൂടെ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും അത് ചുമ്മാ മിറക്കിൾസ് അല്ല. ലോകത്തിൽ മിറക്കിൾസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, മജീഷ്യൻസ് പോലും മാജിക്കുകൾ ചെയ്യാറുണ്ട്, അത് മിറക്കിളല്ല. എന്നാൽ ഈശോയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? അവ അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിനകത്താണെങ്കിൽ അടയാളങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നതല്ല, അല്ല അതെ അത്ഭുതങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. അടയാളങ്ങളുടെ പുസ്തകം എന്നൊക്കെ പറയും. അടയാളങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അടയാളങ്ങൾ മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ്. അവയ്ക്ക് അതിൽ തന്നെ അർത്ഥമില്ല. എന്തടയാളപ്പെടുത്തുന്നോ അതിലേക്ക് വിരൽ ചൂണ്ടും മാത്രമേ അടയാളത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ പ്രവൃത്തികളെല്ലാം അത്ഭുതങ്ങളല്ല, പകരം അവ അടയാളങ്ങളാണ്. അവയെ അടയാളങ്ങൾ എന്നാണ് വിളിക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഒരു കുഷ്ഠരോഗിയെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. എന്താണ് ഈശോ സത്യത്തിൽ ചെയ്യുന്നത്? ആ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത് ഇതാണ്: താൻ ദൈവമാണെന്നുള്ള സത്യത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുന്നതിനോട്. എന്ന് പറഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്റെ ശരീരം എന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ, ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തെ നവീകരിക്കാനും പുതുതാക്കാനും ഒക്കെ പറ്റും എന്ന് മിശിഹ വെളിപ്പെടുത്തുന്നതാണ് സത്യത്തിൽ അവിടുത്തെ സൗഖ്യദാനങ്ങളൊക്കെ. അപ്പൊ അവയൊക്കെ അടയാളങ്ങളാണ്. അടുത്തത്, തന്റെ മരണത്താലും മരണത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ ഉത്ഥാനത്താലും അവിടെ തന്നെ വെളിപ്പെടുത്തി. അവിടുത്തെ മരണം തന്നെ ദൈവിക വെളിപാടിൻ്റെതായിരുന്നു. മറ്റു മനുഷ്യരൊക്കെ മരിക്കുമ്പം എല്ലാം തീർന്നു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈശോയുടെ മരണം സകലതും വെളിപ്പെടുത്തുന്നതായിരുന്നു. അതിനെക്കുറിച്ച് നല്ലൊരു സൂചന സുവിശേഷത്തിൽ തന്നെയുണ്ട്. എന്താണെന്നറിയാം? സെഞ്ചൂറിയൻ, ശതാധിപൻ ഉറപ്പായിട്ടൊരു വിജാതീയനാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗണം പട്ടാളക്കാരുടെ തലവനാണ്. അവൻ ആണ് ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നതൊക്കെ. അവന്റെ കീഴിലുള്ള പട്ടാളക്കാരാണ് ഈശോയെ കുരിശിൽ തറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈശോയുടെ കുരിശുമരണം കണ്ടു നിൽക്കുന്ന സമയത്ത് ഈ സെഞ്ചൂറിയൻ പറയുകയാണ്, ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായി, ഇവൻ സത്യമായും ദൈവമായിരുന്നു എന്ന് ഈ ശതാധിപൻ ഏറ്റുപറയുന്നത് അവിടുത്തെ മരണം കാണുമ്പോഴാണ്. അവിടുത്തെ ജീവിതത്തിലെ പ്രവർത്തികളിൽ ഏറ്റുപറഞ്ഞവരുണ്ട്. പക്ഷെ ലോകം മുഴുവനും അവിടുത്തെ ദൈവത്വം അറിയുന്നത് അവിടുത്തെ കുരിശുമരണത്തിലാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ദൈവത്വം ലോകത്തിന് വെളിപ്പെടുമായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അവിടുത്തെ മരണമാണ് അവിടുത്തെ ദൈവത്വത്തിന്റെ ആധാരം. പാപം ചെയ്യാതിരുന്നിട്ടും പാപിയല്ലാതിരുന്നിട്ടും ലോകത്തിന്റെ പാപങ്ങൾ സമ്മോഹിക്കുകയും എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കുരിശിൽ മരിക്കുകയും ചെയ്യുന്നത് കൺതുറന്ന് കാണുന്ന ഏതൊരാൾക്കും അവിടുന്നിൽ വസിക്കുന്ന ദൈവത്വത്തെ ദർശിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ടാണ് വിശുദ്ധഗ്രന്ഥം ആ കാര്യം തന്നെ രേഖപ്പെടുത്തുന്നത്. അതുവരെ കൂടെ നടന്നിരുന്ന, ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ പോലും വിശ്വസിക്കാതിരുന്ന ശതാധിപൻ ഈശോയുടെ കുരിശുമരണത്തിലാണ് അവിടുത്തെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈശോ തന്റെ പരസ്യജീവിത കാലഘട്ടത്തിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളിത് ആരോടും പറയണ്ട എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന് അത് വെളിപ്പെടാനായിട്ടില്ല എന്നതിനർത്ഥമുണ്ട്. ലോകത്തിന് വെളിപ്പെടാറായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നതിൻ്റെ ഒക്കെ അർത്ഥം പൂർണ്ണമാകുന്നത് തന്റെ കുരിശുമരണത്തിലാണ്. ഉദാഹരണത്തിന്
ഒരു പാപിനിയായ സ്ത്രീ തന്റെ പാദങ്ങൾ സുഗന്ധദ്രവ്യം കൊണ്ട് ക്ഷാളനം ചെയ്യുന്നത് കണ്ടിട്ട് ഈശോ അതിനെ അംഗീകരിക്കുന്നു. ആർക്കൊന്നും മനസ്സിലായത് എന്താണ്? അത് പിന്നീടാണ് അവിടുത്തെ കുരിശുമരണത്തിലേക്കുള്ള വിരൽച്ചൂണ്ടലാണ് എന്ന് മനസ്സിലായി. അവിടുത്തെ എല്ലാ പ്രവൃത്തികളെ കുറിച്ച് സുശേഷകാരൻ ഇങ്ങനെയാണ് എഴുതുന്നത്: അവൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു. അവനിത് പറഞ്ഞിരുന്നുവെന്ന് അപ്പോൾ അവർ ഓർത്തു. അപ്പൊ ഈശോ തന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടാണ് സകല കാര്യങ്ങളും പറഞ്ഞിരുന്നതെന്നും ചെയ്തിരുന്നതെന്നും അവിടുത്തെ കുരിശുമരണത്തിലാണ് എല്ലാവരും തിരിച്ചറിയുന്നത്. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ കുരിശുമരണം റവലേഷനാണ്. ഇനി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിന് ഒരു തിരശ്ശീലയുണ്ട്. അതെന്താണത്? ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് എന്താണ്? പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യം, എന്താണ് ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത്? ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് മനുഷ്യനാര് ദൈവമാണ് ആര് എന്ന യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ മധുബഹ അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്, ദൈവത്തിന്റെ ലോകമാണ്. അതിന് താഴെയുള്ള ഇടം അത് മനുഷ്യന്റെ ലോകമാണ്. അതുകൊണ്ടാണ് ബേമ, ദേവാലയത്തിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബേമ സൂചിപ്പിക്കുന്നത് ദൈവം മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മധുബഹയിലല്ല ബേമയുള്ളത്. വചനം പങ്കുവയ്ക്കുന്ന ഇടം അത് ഭൂമിയെ സൂചിപ്പിക്കുന്ന സ്ഥലത്താണ്. അവിടേക്കാണ് മിശിഹ കടന്നു വന്നത്. നോക്കുക, മനുഷ്യന്റെ ലോകവും അവന്റെ അവസ്ഥയും ദൈവത്തിന്റെ അപരിമേയമായ അവസ്ഥയും എന്ന് വെച്ചാൽ മനുഷ്യന്റെ ബയോളജിക്കൽ ബ്രെയിൻ കൊണ്ടോ അവന്റെ ഭാവന കൊണ്ടോ കാണാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ദ മിസ്റ്ററി ഓഫ് ദ വേൾഡ് ഓഫ് ഗാഡ് എന്നതാണ്. ദൈവത്തിന്റെ ലോകത്തിന്റെ, സ്വർഗത്തിന്റെ, പറുദീസായുടെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ മഹത്വം അത് മനുഷ്യന് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനുഭവിക്കാനോ കണ്ണുകൾ കൊണ്ട് കാണാനോ കഴിയുന്നതിൻ്റെയും ഒക്കെ ഒത്തിരി അപ്പുറത്താണ് എന്ന് അവനെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരശ്ശീല അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും, ദൈവം അത് വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ, പിന്നെയും ആ തിരശ്ശീലയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കും. ദൈവം അത് വെളിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെയാണ്. ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി, പക്ഷെ മനുഷ്യൻ ആ വെളിപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതുമേ ഉള്ളൂ ഇപ്പോൾ പോലും. എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാകേണ്ടതുണ്ട്, നമ്മിലും അത് പൂർത്തിയാകേണ്ടതുണ്ട്. നമുക്കത് എപ്പോഴാണ് അറിയാൻ പറ്റുന്നത്? സുശേഷൻ തന്നെ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെയാണ് കാണുന്നത്, ഒരു വിരിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അന്ന് നാം മുഖാമുഖം ദർശിക്കും. അത് യുഗാന്ത്യത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. മുഖാമുഖം ദർശിക്കുന്നത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നടക്കുന്ന കാര്യം എന്താണ്? ഈ വെളിപാടിനെ സൂചിപ്പിക്കും. ഈശോയുടെ കുരിശുമരണത്തിന്റെ സമയത്ത് വെളിപാട് പൂർത്തീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സുന്ദരമായ അടയാളം സംഭവിക്കുന്നു. എന്താണത്? ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ അങ്ങ് രണ്ടായി കീറി. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് മുകളിൽ നിന്ന് കീർന്നു എന്ന് പറയുന്നത്. താഴ്ത്തുന്ന മനുഷ്യർ വലിച്ചു കീർന്നുവല്ലോ, മുകളിൽ നിന്ന് കീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അത് തുറക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണത്തിലാണ് ദൈവം തന്നെ പരിപൂർണമായും തുറന്നു കാണിച്ചത്. അതായത് ഗാഗുൽത്ത മലയിൽ 3 ആണികളിൽ കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന മിശിഹായാണ് ദൈവത്തിന്റെ വെളിപാടിന്റെ പൂർണ്ണത. അപ്പൊ ഈശോ മിശിഹായിലാണ് ദൈവം തന്നെ സമ്പൂർണമായി പരിപൂർണമായി വെളിപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. നോക്കുക, തന്റെ സമഗ്ര സാന്നിധ്യത്തിലും 2 പ്രത്യക്ഷീകരണത്താലും 3 വാക്കുകളിലും പ്രവൃത്തികളിലും 4 അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും പ്രത്യേകിച്ച് തന്റെ മരണത്തിലുള്ള മഹത്വപൂർണമായ ഉത്ഥാനത്തിലും അവസാനമായി സത്യത്തിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ടും ദൈവം നമ്മോടുകൂടി ആയിരിക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ നിറവേറ്റുകയും പൂർണ്ണമാക്കുകയും ദൈവിക സാക്ഷ്യത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ ദൈവിക വെളിപാടിന്റെ ഈ പറഞ്ഞ ഭാവങ്ങളിൽ അവസാനത്തേത് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടുമാണ്. ഇതുവഴി എന്താണ് ചെയ്യുന്നത്? ഈ വെളിപാടിനെ, ദൈവത്തിന്റെ വെളിപാട് നിറവേറ്റുകയും അത് പൂർണ്ണമാക്കുകയും അത് പൂർത്തീകരിക്കുകയും ദൈവിക സാക്ഷ്യം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാക്ഷ്യങ്ങൾ കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഈശോയിലൂടെ നടക്കുന്ന വെളിപാടിനെ എന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാനൊരു വാചകം കൂടെ അവിടെയുണ്ട്, ഞാൻ ആ വാചകം കൂടെ വായിക്കുകയാണെങ്കിൽ ഇത് പൂർത്തിയാകുമല്ലോ. അതിങ്ങനെയാണ്: മരണത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും നിത്യജീവനിലേക്ക് നമ്മെ ഉയർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ് അത് എന്ന് പറഞ്ഞാണ് ആ ഭാഗം പൂർത്തീകരിക്കുന്നത്. ഇനി എന്നിട്ട് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും: അതുകൊണ്ട് ക്രിസ്തീയ ജീവിത സംവിധാനം പുതിയതും ഖണ്ഡിതവും എന്ന നിലയ്ക്ക് ഒരിക്കലും പൊലിഞ്ഞു പോകുന്നില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിന് മുൻപ് പുതിയൊരു പരസ്യാവിഷ്കരണം പ്രതീക്ഷിക്കാനുമില്ല.
നോക്കുക, മിശിഹായിലാണ് ദൈവിക വെളിപാട് സമ്പൂർണമാകുന്നത് എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും. ഒന്നാമത്തേത് എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തേത് ഇനി ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ട എന്നാണ്. മിശിഹായ്ക്ക് ശേഷം ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ടതില്ല. കാരണം എന്താണ്? മിശിഹായെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെല്ലാവരും. പ്രവാചകരുടെ ദൗത്യം തന്നെ എന്താണ്? മിശിഹ വരാനിരിക്കുന്നു, ദൈവം തന്നെ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറയലാണ് പ്രവാചകന്മാരുടെ ദൗത്യം. മിശിഹ തന്നെ വരുന്നതോടുകൂടെ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു, വെളിപാട് പൂർത്തിയാകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം, ഇനി ഒരു പ്രവാചകനെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല, ഇനി ഒരു വെളിപാടിന്റെ അംശവും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നടത്തിയിട്ടുള്ള വെളിപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്നു, തിരുസഭയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ലഭ്യമാകുന്ന മിശിഹായിൽ പൂർത്തിയായ വെളിപാടിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇനി ഒന്നിനും വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഒന്നും ഇനി അതിനെ പൂർത്തീകരിക്കാനില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. എന്താണ്? രണ്ടാമത്തേത്, മിശിഹായ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വെളിപാടിനെ സംബന്ധിക്കുന്ന സംവിധാനങ്ങളെയോ മതങ്ങളെയോ അംഗീകരിക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ കാര്യം. മിശിഹായ്ക്ക് ശേഷമുള്ള ഒരു വെളിപാടിനെ സൂചിപ്പിക്കുന്ന സംവിധാനങ്ങളെയും നാം അംഗീകരിക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ കാര്യം. ഒരു വിധത്തിലും അംഗീകരിക്കേണ്ടതില്ല. കാരണം വെളിപാട് സമ്പൂർണമാണ് മിശിഹ എന്ന ദൈവിക വ്യക്തിയിൽ വെളിപാട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ വാക്ക് പല പ്രാവശ്യം ആവർത്തിച്ചു. അത് ചുമ്മാ ആവർത്തിക്കുന്നതല്ല, അത് അത്രമാത്രം അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പല വിധത്തിൽ പറയുന്നത്. ഒരു ചെറിയ ആശങ്ക പോലും ഇല്ലാതെ നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. മിശിഹായിൽ ദൈവിക വെളിപാട് പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.